ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നിലവിൽ ഇപ്പോൾ സിംഗിൾ ഫേസ് കണക്ഷനുള്ള വീടുകളിൽ പെട്ടെന്ന് കുറച്ച് കണക്ടർ ലോഡൊക്കെ കൂടി ഒന്നോ രണ്ടോ AC എല്ലാം കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും റിനോവേഷൻ വർക്കൊക്കെ ചെയ്തതിലുള്ള കണക്ടർ ലോഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആ വീട്ടിൽ സിംഗിൾ ഫേസ് കണക്ഷനാണ് ഉള്ളത്. നമുക്കറിയാം 5 കിലോ വാട്ടിന് മുകളിലേക്ക് കണക്ടർ ലോഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും KCB നമ്മൾക്ക് 3 ഫേസ് കണക്ഷനാണ് തരുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിംഗിൾ ഫേസ് കണക്ഷനാണ് വീട്ടിലുള്ളത്, അപ്പോൾ ഇത്ര കറണ്ട് ബില്ല് വരുന്നുണ്ട്. ഇനി നേരെ നമ്മൾ 3 ഫേസിലേക്ക് ഈ ലോഡ് കൂടി എന്ന് പറഞ്ഞിട്ട് 3 ഫേസിലേക്ക് കണക്ഷൻ മാറ്റാൻ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ വന്ന കറണ്ട് ബില്ലിനേക്കാളും ഇരട്ടി തുക കറണ്ട് ബില്ല് വരാൻ സാധ്യതയുണ്ടോ, എനർജി ചാർജ് 3 ഫേസിൽ കൂടുതലായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രധാന സംശയം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ സിംഗിൾ ഫേസിൽ നിന്ന് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എനർജി ചാർജ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുമോ, അതുപോലെ സ്ലാബ് മാറുമോ, അങ്ങനെയുള്ള സംശയങ്ങളാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സിംഗിൾ ഫേസിൽ നിന്ന് 3 ഫേസിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നോക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ കണക്റ്റഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് 5 കിലോ വാട്ടിന്, അതായത് 5000 വാട്ട്സിന് മുകളിലേക്ക് കാണുന്നുണ്ടാവും. എല്ലാ ലോഡും എല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് 5 കിലോ വാട്ടിന് മുകളിലുണ്ടെങ്കിലും ഇവർക്ക് 3 ഫേസ് കണക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ആലോചിക്കുമ്പോൾ അതിൽ ഇനി അഡീഷണൽ എനർജി ചാർജ് കൊടുക്കേണ്ടി വരുമോ, കറണ്ട് ബില്ല് അധികമാകുമോ, അല്ലെങ്കിൽ ഇത് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ഇൻസ്റ്റാളേഷനുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് അവർ സിംഗിൾ ഫേസിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് അവർ 5 കിലോ വാട്ടിന് താഴേക്ക് ലോഡ് കാണിച്ചിട്ട് സിംഗിൾ ഫേസിൽ തന്നെ നിർത്താൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു കൺസ്യൂമർ ചെയ്യുമ്പോൾ ആ കൺസ്യൂമറിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ സിംഗിൾ ഫേസ് കണക്ഷനിൽ നിന്നും 3 ഫേസ് കണക്ഷനിലേക്ക് മാറുമ്പോൾ എനർജി ചാർജിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 കിലോ വാട്ടിൽ കൂടുതൽ ഒരു വീട്ടിൽ കണക്റ്റഡ് ലോഡ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 3 ഫേസ് കണക്ഷനാണ് KCB നൽകുന്നത്. അതുപോലെ KCB ബില്ലിൽ പ്രധാനമായിട്ടും രണ്ട് ചാർജുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. എനർജി ബിൽ താരിഫിൽ 2 ചാർജ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് ചാർജും 2 എനർജി ചാർജും. ഈ എനർജി ചാർജിൽ 3 ഫേസിലും സിംഗിൾ ഫേസിലും എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ഇവിടെ ഒരു കൺസ്യൂമർ സിംഗിൾ ഫേസ് കണക്ഷനിൽ നിന്നും 3 ഫേസ് കണക്ഷനിലേക്ക് മാറുമ്പോൾ എനർജി ചാർജിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. സിംഗിൾ ഫേസ് കണക്ഷനിൽ കൊടുക്കുന്ന അതേ എനർജി ചാർജ് തന്നെയാണ് 3 ഫേസ് കണക്ഷനിൽ എടുക്കുമ്പോഴും വരുന്നത്. എന്നാൽ എനർജി ചാർജ് മാത്രമല്ല ഒരു KCB ബില്ലിൽ ഉണ്ടാവുക, അതിൽ വേറെയും പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ഫിക്സ്ഡ് ചാർജ്, ഡ്യൂട്ടി, മീറ്റർ റെന്റ് തുടങ്ങി ചെറിയ ചെറിയ ഘടകങ്ങൾ വേറെയുമുണ്ട്. ഇവിടെ ഫിക്സ്ഡ് ചാർജിൽ എത്രത്തോളം സിംഗിൾ ഫേസിലും 3 ഫേസിലും വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കാം. 40 യൂണിറ്റ് വരെ സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിലും 3 ഫേസ് ആണെന്നുണ്ടെങ്കിലും ഫിക്സ്ഡ് ചാർജ് ഇല്ല. 40 യൂണിറ്റിന് മുകളിൽ 50 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിലാണെന്നുണ്ടെങ്കിൽ 40 രൂപയും 3 ഫേസിലാണെന്നുണ്ടെങ്കിൽ 100 രൂപയും ഫിക്സ്ഡ് ചാർജ് വരുന്നുണ്ട്. അതുപോലെ 51 യൂണിറ്റ് മുതൽ 100 യൂണിറ്റ് വരെ 65 രൂപ സിംഗിൾ ഫേസിനും 140 രൂപ 3 ഫേസിനും ഫിക്സ്ഡ് ചാർജ് വരുന്നുണ്ട്. 101 മുതൽ 150 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിൽ 85 രൂപയും 3 ഫേസിൽ 170 രൂപയും ഫിക്സ്ഡ് ചാർജ് വരുന്നുണ്ട്. ഇനി 151 യൂണിറ്റ് മുതൽ 200 യൂണിറ്റ് വരെയുള്ള കൺസപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസിൽ 120 രൂപ ഫിക്സ്ഡ് ചാർജും 3 ഫേസിൽ 180 രൂപ ഫിക്സ്ഡ് ചാർജും വരുന്നുണ്ട്. 201 മുതൽ 250 വരെയുള്ള യൂണിറ്റ് കൺസപ്ഷനിൽ സിംഗിൾ ഫേസിൽ 130 രൂപയും 3 ഫേസിൽ 200 രൂപയും ഫിക്സ്ഡ് ചാർജ് വരുന്നുണ്ട്. 300 യൂണിറ്റ് വരെയുള്ള കൺസപ്ഷനിൽ സിംഗിൾ ഫേസിൽ 150 രൂപയും 3 ഫേസിൽ 205 രൂപയും ഫിക്സ്ഡ് ചാർജ് വരുന്നുണ്ട്. 350 വരെയുള്ള കൺസപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 175 രൂപ സിംഗിൾ ഫേസിലും 210 രൂപ 3 ഫേസിലും വരുന്നുണ്ട്. 400 യൂണിറ്റ് വരെയുള്ള കൺസപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസിൽ 200 രൂപയും 3 ഫേസിൽ 210 രൂപയും. 10 രൂപയുടെ വ്യത്യാസമാണ് 400 രൂപ വരെയുള്ള കൺസപ്ഷനിൽ സിംഗിൾ ഫേസും 3 ഫേസും ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം, 500 യൂണിറ്റ് വരെയുള്ള കൺസപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ 230 രൂപയും 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ 235 രൂപയും, അതായത് 5 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ഇനി
500 യൂണിറ്റിന് മുകളിലാണെന്നുണ്ടെങ്കിൽ, ഇതാണ് പറഞ്ഞത്, 500 യൂണിറ്റിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിലും 3 ഫേസ് ആണെന്നുണ്ടെങ്കിലും സെയിം ഫിക്സ്ഡ് ചാർജ് തന്നെയാണ്. അതിൽ സിംഗിൾ ഫേസിലും 3 ഫേസിലും വ്യത്യാസമൊന്നും ഇല്ല. രണ്ടിനും 260 രൂപയാണ്. 500 യൂണിറ്റിന് മുകളിലേക്ക് വരുന്ന യൂണിറ്റ് കൺസപ്ഷനിൽ 260 രൂപയാണ് ഫിക്സ്ഡ് ചാർജ് വരുന്നത്. സാധാരണ ഒരു 5 കിലോ വാട്ട് കണക്റ്റഡ് ലോഡുള്ള കൺസ്യൂമറിന് മാക്സിമം ഒരു 250 യൂണിറ്റ് വരെയൊക്കെയാണ്, ശരാശരി ഒരു 250 യൂണിറ്റ് വരെയൊക്കെയാണ് കൺസപ്ഷൻ വരിക. അപ്പോൾ ഇങ്ങനെ 250 യൂണിറ്റ് വരെയുള്ള കൺസപ്ഷന് 3 ഫേസിൽ പറയുന്നതും സിംഗിൾ ഫേസിൽ പറയുന്ന ഫിക്സ്ഡ് ചാർജ് എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 യൂണിറ്റ് വരെയുള്ള കൺസപ്ഷന് സിംഗിൾ ഫേസിൽ 130 രൂപയും 3 ഫേസിൽ 200 രൂപയും. അതായത് അവിടെ ഡിഫറൻസ് വന്നത് 70 രൂപയുടെ ഒരു ഡിഫറൻസ് ആണ്. സിംഗിൾ ഫേസിൽ നിന്നും 3 ഫേസിലേക്ക് മാറുമ്പോൾ ആകെ ഫിക്സ്ഡ് ചാർജിൽ വരുന്ന വ്യത്യാസം 70 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. എനർജി ചാർജിൽ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫിക്സ്ഡ് ചാർജ് നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു ശരാശരി ഉപയോഗമുള്ള കൺസ്യൂമറിന് ഏകദേശം 70 രൂപയുടെ അടുത്താണ് ഡിഫറൻസ് വരുന്നത്. 70 രൂപയുടെ അടുത്താണ് സിംഗിൾ ഫേസിൽ നിന്നും 3 ഫേസിലേക്ക് മാറുമ്പോൾ ഫിക്സ്ഡ് ചാർജിൽ വരുന്ന വ്യത്യാസം വരുന്നത്. ഇനി ബില്ലിൽ സിംഗിൾ ഫേസിൽ നിന്നും 3 ഫേസിലേക്ക് മാറുമ്പോൾ ബില്ലിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ മീറ്റർ റെന്റ് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് വ്യത്യാസങ്ങൾ വരാനുള്ളത്, ബില്ലിൽ വ്യത്യാസങ്ങൾ വരാനുള്ളത്. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസിൽ നിന്നും 3 ഫേസിലേക്ക് മാറുമ്പോൾ ബില്ലിൽ എനർജി ചാർജിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഫിക്സ്ഡ് ചാർജിൽ ഒരു ശരാശരി 250 യൂണിറ്റ് വരെയുള്ള ഉപയോഗത്തിന് 70 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ മീറ്റർ റെന്റും എല്ലാം കൂടി ഏകദേശം ഒരു മാക്സിമം ഒരു ഡിഫറൻസ് വരാനുള്ളത് ഒരു 150 രൂപയൊക്കെയാണ് KSEB ബില്ലിൽ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇനി ഇവിടെ 5 കിലോ വാട്ടിന് മുകളിലേക്ക് ലോഡുള്ള വീടുകളിൽ 5 കിലോ വാട്ടിന് മുകളിലേക്ക് ലോഡ് കാണിക്കാതെ സിംഗിൾ ഫേസ് കണക്ഷൻ തന്നെ 5 കിലോ വാട്ടിന് താഴെ ലോഡ് കാണിച്ച് സിംഗിൾ ഫേസ് കണക്ഷൻ തന്നെ എടുത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 കിലോ വാട്ടിൽ കൂടുതൽ കണക്റ്റഡ് ലോഡുള്ള ഒരു വീട്ടിൽ നിലവിൽ സിംഗിൾ ഫേസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് വീട്ടിലെ വോൾട്ടേജ് വളരെ കുറയാനുള്ള സാധ്യത. ഇതുവഴി എക്യുപ്മെന്റ്സ് പ്രോപ്പറായി വർക്ക് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് പ്രത്യേകിച്ചും AC പോലുള്ള ഹെവി ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവുമ്പോഴാണ് വോൾട്ടേജ് ഡ്രോപ്പ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സിംഗിൾ ഫേസ് കണക്ഷനിൽ കൂടുതൽ കണക്റ്റഡ് ലോഡ് ഉണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾക്ക് ഫുൾ ലോഡും ചിലപ്പോൾ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ട് വരും. അതായത് AC, മിക്സി, ഫാന്, അതുപോലെ എല്ലാ ലൈറ്റും ഫാനും എല്ലാം ചിലപ്പം ചില സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിപ്പിക്കേണ്ട എന്തെങ്കിലും അബദ്ധവശാൽ അങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടി വന്നാൽ ഇപ്പം എല്ലാ റൂമിലും ലൈറ്റ് കത്തുന്നുണ്ട്, ഫാന് കറങ്ങുന്നുണ്ട്, AC പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിക്സി ഓടുന്നുണ്ട്, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം കൂടി ചിലപ്പം എല്ലാ ലോഡും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വന്നാൽ ഫ്യൂസ് ബേണായി പോവാനും കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾ ബേണായി പോവാനും സാധ്യത കൂടുതലാണ്. ആയതുകൊണ്ട് തന്നെ കൂടുതൽ ലോഡ് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ 3 ഫേസിലേക്ക് മാറുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു 3 ഫേസ് കണക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ലോഡ് 3 ഫേസിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ലോഡ് ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാലും അതായത് എല്ലാ ലോഡും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചാലും വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കില്ല. അഥവാ ഒരു ലൈനിൽ വോൾട്ടേജ് ഇല്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഫേസ് ചേഞ്ച് ചെയ്തുകൊണ്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ പരിശോധിച്ചപ്പോൾ ഒരു സിംഗിൾ ഫേസിൽ നിന്നും 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഒരു 5 കിലോ വാട്ടിന് മുകളിലേക്ക് ലോഡ് ഉണ്ടെങ്കിൽ 3 ഫേസ് കണക്ഷൻ എടുക്കുമ്പോഴോ, അതായത് സിംഗിൾ ഫേസിൽ നിന്ന് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 ഫേസ് കണക്ഷൻ തന്നെ പുതുതായി എടുക്കുമ്പോഴോ കറണ്ട് ബില്ലിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ മനസ്സിലായത് ഏകദേശം ഒരു മാക്സിമം ഒരു 150 രൂപ വരെയൊക്കെയാണ് മാക്സിമം പോയാൽ ബില്ലിൽ KSEB ബില്ലിൽ ഒരു കൺസ്യൂമറിന് അധികമായി നൽകേണ്ടതായിട്ട് വരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഒരു KSEB ബില്ലിലെ കാര്യം മാത്രമാണ് ഈ പറഞ്ഞത്. KSEB ബില്ലിൽ മാത്രമല്ല, അപ്പോൾ ഒരു സിംഗിൾ ഫേസ് നിലവിലൊരു സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ള വീട്ടിൽ 3 ഫേസിലേക്ക് മാറുമ്പോൾ അവിടെ ഇനീഷ്യലി കൊടുക്കേണ്ട ഇൻസ്റ്റാളേഷൻ ചാർജുകൾ കുറച്ച് വരുന്നുണ്ട്. അതായത് സിംഗിൾ ഫേസ് DB മാറ്റി 3 ഫേസ് DB ആക്കണം, അതുപോലെ എർത്തിങ് ചെയ്യണം. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ലോഡ് ഇത്ര അധികം വരികയാണെന്നുണ്ടെങ്കിൽ 3 ഫേസ് വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ മാറ്റം നമ്മൾ ആവശ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ 3 ഫേസിലേക്ക് മാറുമ്പോൾ ആ ചിലവ് കൂടി വരുന്നുണ്ട്.
ഇങ്ങനെ ഒരു സിംഗിൾ ഫേസ് കണക്ഷനുള്ള വീട്ടിൽ നമ്മളിപ്പോൾ ലോഡ് പെട്ടെന്ന് കൂടി എ സിയോ 1-2 എ സി എല്ലാം അങ്ങനെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ലോഡെല്ലാം കണക്ട് ചെയ്ത് 3 ഫേസിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഏകദേശം ഒരു ഇനീഷ്യലി, അതായത് നമ്മൾ ഡി ബി എല്ലാം മാറ്റണം, എർത്തിങ്, അങ്ങനെയുള്ള എല്ലാ വർക്കുകളും കൂടിയിട്ട് ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്ത് ചെലവ്, വിത്ത് ലേബർ ചെലവ് ഏകദേശം 20,000 രൂപയോളം വരുന്നുണ്ട്. ഇത് നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിൽ എത്രത്തോളം ലോഡ് വരുന്ന നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, വീട് പണിയുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് 3 ഫേസ് ഡി ബിയും അതുപോലെ 3 ഫേസ് കണക്ഷൻ എടുക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തു വെക്കുക. ഇവിടെ നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുത്താലും സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലും ചെറിയൊരു തുകയിൽ മാത്രമാണ്, ഏകദേശം ഒരു 150 രൂപയുടെ വ്യത്യാസം മാത്രമാണ് ആവറേജ് കൺസപ്ഷനിൽ വ്യത്യാസം വരുന്നുള്ളൂ. അത് നമ്മളിപ്പോൾ ഫിക്സ്ഡ് ചാർജിൻ്റെ കാര്യം എടുത്ത് നോക്കിയപ്പോൾ 500 യൂണിറ്റിന് മുകളിലേക്ക് കൺസപ്ഷൻ ഉള്ള ഒരു കസ്റ്റമറിന്, അത് സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിലും 3 ഫേസ് ആണെന്നുണ്ടെങ്കിലും സെയിം ഫിക്സ്ഡ് ചാർജ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ലാഭം നമ്മൾ നോക്കിയിട്ട് നമ്മൾ സിംഗിൾ ഫേസിൽ തന്നെ ലോഡ് ഒതുക്കി നിർത്തി സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞതുപോലെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭാവിയിൽ എന്തായാലും ഈ ലോഡ്, അഡീഷണൽ ലോഡ് എല്ലാം വരുന്ന സമയത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ 3 ഫേസ് കണക്ഷനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾക്ക് ഇനി 3 ഫേസിലേക്ക് ആക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇൻ കേസ് വീടിൻ്റെ ഭാഗത്തേക്ക് 3 ഫേസ് ലൈന് വീടിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ 3 ഫേസ് ഡി ബിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അതിൽ ഇപ്പോൾ നിലവിലുള്ള കണക്ഷൻ നമ്മൾ എടുക്കുകയും ലോഡ് മാക്സിമം കുറച്ച് സിംഗിൾ ഫേസിൽ തന്നെ ആ സമയത്ത് ഉപയോഗിച്ച് പിന്നീട് നമ്മൾക്ക് കണക്ഷൻ ലഭിക്കുന്ന സമയത്ത് 3 ഫേസിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ ഏകദേശം 20,000 രൂപയുടെ അടുത്ത് വരുന്ന ചിലവുകളൊന്നും, അപ്പോൾ നമ്മൾക്ക് അതിൽ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഒഴിവായിട്ട് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.